നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുന്നംകുളത്ത് BJP സ്ഥാനാർത്ഥിയില്ല. പകരം BDJS മത്സരിക്കും. NDA സീറ്റ് BDJSന് കൈമാറി. മുന്നണി തീരുമാനപ്രകാരമാണ് BJP സ്ഥിരമായി മത്സരിച്ചിരുന്ന കുന്നംകുളം സീറ്റ് ഇത്തവണ BDJSന് നൽകിയിട്ടുള്ളത്. BDJS തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റും പെരുമ്പിലാവ് സ്വദേശിയുമായ KR റെജിൽ കുന്നംകുളത്ത് സ്ഥാനാർത്ഥിയാകും. BJPക്ക് നല്ല വേരോട്ടമുള്ള കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ അണികളുടെയും നേതൃത്വത്തിൻ്റെയും എതിർപ്പ് മറികടന്നാണ് സീറ്റ് ഇവർക്ക് കൈമാറിയിട്ടുള്ളത് എന്നാണ് സൂചന. അതേസമയം UDF സ്ഥാനാർത്ഥി സംബന്ധിച്ച് ഇനിയും തീരുമാനമായിട്ടില്ല. കുന്നംകുളം പട്ടാമ്പി റോഡിൽ കാറിന് പിന്നിൽ ടോറസ് ലോറി ഇടിച്ച് അപകടം. തിങ്കളാഴ്ച രാത്രി 11:30യോടെയാണ് അപകടമുണ്ടായത്. കാർ യാത്രക്കാർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. കുന്നംകുളം ഭാഗത്തു നിന്നും പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിന് പിന്നിൽ അതേ ദിശയിൽ വന്ന ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു. മുമ്പിൽ പോവുകയായിരുന്ന കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണമായത്. ഈ സമയം പിന്നാലെ വന്ന ലോറിയുടെ ടയറുകൾ വഴുതി മാറി നിയന്ത്രണം നഷ്ടപ്പെട്ട് കാറിന് പിന്നിൽ ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് നിഗമനം. അപകടത്തിൽ കാറിൻ്റെ പിൻഭാഗം പൂർണ്ണമായും ടോറസ് ലോറിയുടെ മുൻവശത്തിന് ഭാഗികമായും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് പട്ടാമ്പി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം പട്ടാമ്പി റോഡിൽ കണ്ടെയ്നർ ലോറിയും KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടം. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. അപകടത്തിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പെരുമ്പിലാവ് ഭാഗത്തുനിന്ന് കുന്നംകുളത്തേക്ക് വരികയായിരുന്നു കണ്ടെയ്നർ ലോറി. പട്ടാമ്പി റോഡിലെ വൺ വേയിൽ സ്ഥാപിച്ചിട്ടുള്ള ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിർദിശയിൽ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ സമയത്ത് ലോറിക്ക് തൊട്ടു പിന്നാലെ വന്ന KSRTC ബസ് നിയന്ത്രണം വിട്ട് കണ്ടെയ്നർ ലോറിയുടെ പിൻഭാഗത്തിടിച്ചു. അപകടത്തിൽ കാറിൻ്റെയും KSRTC ബസിൻ്റെയും കണ്ടെയ്നർ ലോറിയുടെയും മുൻഭാഗം തകർന്നു. അപകടത്തെ തുടർന്ന് പട്ടാമ്പി റോഡിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പൊന്നിയൂർ പഞ്ചായത്തിൽ ആധുനിക വാതക ശ്മശാനം പ്രവർത്തിക്കുന്നില്ല. ആധുനിക സജ്ജീകരണങ്ങളോടെ 1.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച വാതക ശ്മശാനമാണ് പ്രവർത്തനരഹിതമായത്. ക്രിമിറ്റോറിയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള യന്ത്രസാമഗ്രികളുടെ തകരാറാണ് കാരണമെന്നാണ് പറയുന്നത്. ശ്മശാനം പ്രവർത്തിക്കാത്തതിനാൽ പ്രദേശവാസികൾ സംസ്കാരത്തിനായി കോട്ടപ്പടി ക്രിമിറ്റോറിയത്തെയാണ് ആശ്രയിക്കുന്നത്. പഞ്ചായത്തിന് സ്വന്തമായി ആധുനിക വാതക ശ്മശാനം നിർമ്മിച്ചതോടെ ജനങ്ങളുടെ ദീർഘനാളത്തെ കാത്തിരിപ്പിനാണ് വിരാമമായത്. എന്നാൽ ഉപയോഗിക്കാൻ കഴിയാതായതോടെ പ്രദേശവാസികൾ ബുദ്ധിമുട്ടിലായി. 2303 ചതുരശ്ര അടിയിൽ നിർമ്മിച്ച ക്രിമിറ്റോറിയത്തിൻ്റെ കെട്ടിടത്തിൽ വെയിറ്റിംഗ് റൂം, ഹാൾ, ഓഫീസ് റൂം, ഗ്യാസ് സ്റ്റോറേജ് റൂം, ടോയ്ലറ്റുകൾ, ഓപ്പൺ സിറ്റ് ഔട്ട് എന്നിവയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 1 കോടി രൂപ പഞ്ചായത്ത് തനത് ഫണ്ടും 50 ലക്ഷം രൂപ പ്ലാൻ ഫണ്ടും ചെലവഴിച്ചാണ് പണി പൂർത്തീകരിച്ചത്. എത്രയും പെട്ടെന്ന് തകരാറുകൾ പരിഹരിച്ച് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മണലൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ചൂണ്ടൽ മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേച്ചേരിയിൽ പ്രകടനം നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് RM ബഷീർ, മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം PA സാദിഖ്, കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം CT പോൾ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ ജെയ്സൺ ചാക്കോ, AM ജമാൽ, MM ഷംസുദ്ദീൻ, MM സുബൈർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആൻഡോ പോൾ, കേച്ചേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ധനേഷ് ചുള്ളിക്കാട്ടിൽ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ TO സെബി, അനീഷ് ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി. LPG ക്ഷാമം പരിഹരിക്കാൻ കഴിയാത്ത കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ച് ഇവന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. പാചകവാതക ക്ഷാമത്തിൻ്റെ ഭാഗമായി ജില്ലയിൽ ഇവന്റ് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി. നേരത്തെ ഏറ്റിരുന്ന പല പരിപാടികളും ഒഴിവാക്കേണ്ടതായും വന്നു. വാണിജ്യ സിലിണ്ടർ ലഭ്യത പരിമിതിയും വിലവർധനവും ഇരുട്ടടിയായി. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തിയാണ് യൂണിയൻ ധർണ സംഘടിപ്പിച്ചത്. തൃശൂർ കോർപ്പറേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ഇവന്റ് വർക്കേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി AU ഷഫീദ് അധ്യക്ഷനായി. ട്രഷറർ TM റോയ്, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം KS സെന്തിൽകുമാർ, കേരള പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി MK ശശിധരൻ, യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ബേബി എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി സമിതി മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി സമരം സംഘടിപ്പിച്ചു. എളവള്ളി പഞ്ചായത്തിലെ ചിറ്റാട്ടുകര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആഷിഖ് വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ലതീഷ് നാരായണൻ അധ്യക്ഷനായി.
ഏരിയ സെക്രട്ടറി KL ജോസ് സമര വിശദീകരണം നടത്തി. ബിഫി മനോജ്, KV സുരേഷ്, VL സെബി, ചെറുപുഷ്പം ജോണി, AM വിൻസെന്റ്, AV അജയൻ, മുജീബ് റഹ്മാൻ, ഷൺമുഖൻ, ഹരിദാസ് എന്നിവർ സംസാരിച്ചു. പാചകവാതകത്തിന്റെ ക്ഷാമം മൂലം പല റെസ്റ്റോറൻറ്റുകളും ഇതിനോടകം പൂട്ടിക്കഴിഞ്ഞു. അനാഥാലയങ്ങൾ, സ്കൂളുകൾ, ഹോസ്റ്റലുകൾ, IT പാർക്കുകൾ, പൊതു താമസ ഇടങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം പാചകവാതക ക്ഷാമം നേരിടുന്നുണ്ട്. കരിഞ്ചന്ത തടയാൻ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികളെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം കേന്ദ്ര സർക്കാർ തുടരുന്ന അനാസ്ഥയ്ക്കെതിരെ വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാനത്തുടനീളം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് മാർച്ചും അടുപ്പുകൂട്ടി സമരവും സംഘടിപ്പിച്ചിരുന്നു. കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ആരോഗ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത സംഗമം സൗഹൃദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വേദിയായി മാറി. മതസൗഹാർദ്ദവും പരസ്പര ബഹുമാനവും സമൂഹത്തിൽ വളർത്തിയെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം ചടങ്ങിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി. ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ്, ശരത് TS, PK ഷാഹിദ്, VV ആമിനു, ആശാപ്രവർത്തകരായ റുക്കിയ, ഷാജി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മുസ്ലിം ലീഗ് കാട്ടാക്കമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാണക്കാട് ശിഹാബ് തങ്ങളുടെ 17ാം അനുസ്മരണ സമ്മേളനവും റമദാൻ റിലീഫ് വിതരണവും ബുധനാഴ്ച നടക്കും. ചിറക്കൽ അറഫ പാലസിൽ വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന അനുസ്മരണ യോഗം പാണക്കാട് സയ്യിദ് മൊയ്യീൻ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. റിലീഫ് വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിക്കും. യോഗത്തിൽ ലീഗിന്റെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത് സംസാരിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.